ഞാനെല്ലാം വൃത്തിക്ക് കഴിക്കുന്നു, ഞാൻ എക്സസൈസ് ചെയ്യുന്നു, ഞാൻ എല്ലാം മാനേജ് ചെയ്യുന്നു, പക്ഷെ എനിക്ക് റിസൾട്ട്സ് കിട്ടണില്ല. ഈ ഒരു സ്റ്റേജിൽ ഇരിക്കുന്നതാണോ നിങ്ങൾ? എങ്കിൽ ടുഡേസ് എപ്പിസോഡ് ഇസ് ഫോർ യു. നമ്മൾ എവിടെയാണ്? വി ആർ ഗോയിങ് ടു സ്പീക്ക് അബൌട്ട് വൺ മെയിൻ തിങ്, കലോറീസ്. ഞാൻ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല, ഞാൻ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, ലെറ്റ്സ് സീ. അപ്പൊ എങ്ങനെ കലോറീനെ ഒരു സിംപ്ലിഫൈ ചെയ്ത് കാണാം? നമ്മളെ ബോഡീനെ ഒരു ബാങ്ക് അക്കൗണ്ട് ആയിട്ട് കണക്കാക്കുക. ഓക്കെ, നിങ്ങൾ എന്തൊക്കെ കഴിക്കുന്നോ അതർ ദാൻ വാട്ടർ, നിങ്ങൾ എന്തൊക്കെ കഴിക്കുന്നോ അത് നിങ്ങളെ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരു മണി ആയിട്ട് കൂട്ടുക. ആൻഡ് നിങ്ങൾ എന്ത് എനർജി യൂസ് ചെയ്യുന്നത്, അത് എക്സസൈസ് ആവാം, അല്ലെങ്കിൽ നോർമൽ നടത്തും കാര്യങ്ങൾ, ഫിഡ്ജറ്റ്, എന്ത് രീതിയിൽ നിങ്ങളുടെ ബോഡി ഇല്ലെങ്കിൽ ബ്രീത് ചെയ്യണോ, നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് ചെയ്യണോ, ആ രീതിയിലൊക്കെ എനർജി യൂസ് ആവുന്നത് ഇറ്റ്സ് ലൈക്ക് നമ്മൾ ആ ബാങ്കിലുള്ള പൈസ സ്പെൻഡ് ചെയ്യണ പോലെ. ഇനി ഈ രണ്ട് കേസ് ഉണ്ട്. നമ്മൾ ബാങ്കിൽ ഇട്ട പൈസേനെക്കാട്ടിലും കൂടുതൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? ഡെഫിസിറ്റ് അവിടെ കുറയും, നമ്മുടെ ബോഡിയിലെ ഫാറ്റും ബേൺ ചെയ്യാൻ തുടങ്ങും. പകരം നിങ്ങൾ എന്താ പറയാ, സ്പെൻഡ് ചെയ്യുന്നത് കുറവും ഡെപ്പോസിറ്റ് ആണ് കൂടുന്നെങ്കിൽ ആ എക്സ്ട്രാ എന്താ സംഭവിക്കണേ? ഫാറ്റ് ആയിട്ട് സ്റ്റോർ ആവും. ആൻഡ് ഇനിയുള്ള ഒരു ട്രിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മണി എന്ന് പറയുന്നത് എല്ലാം ഈക്വൽ അല്ല. ഓക്കെ, മണി ഈസ് നോട്ട് ഈക്വൽ. ലെറ്റ്സ് സീ ഹൗ. ഇനിയാണ് ഒരു സ്മാർട്ട് ആയിട്ടുള്ള കാര്യം. ഈ നോട്ട് ഓൾ മണി ഈസ് ഈക്വൽ. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഒരു 100 gram ചിപ്സ് മേടിക്കുകയാണെങ്കിൽ ഇറ്റ്സ് ലൈക്ക് ഒരു യൂസ്ലെസ് സ്റ്റഫിന് നിങ്ങൾ മണി സ്പെൻഡ് ചെയ്ത പോലെയാണ്. ഇതൊന്ന് നമുക്ക് വിശക്കും, ജങ്ക് ആൻഡ് പ്രോസസ്ഡ് ആണ്. പകരം നിങ്ങൾ എന്താ പറയുക, ഇപ്പൊ ഒരു എഗ്സ് ഇല്ലെങ്കിൽ ചിക്കൻ, ഇതിനൊക്കെ നിങ്ങൾ മണി സ്പെൻഡ് ചെയ്യുമ്പോൾ ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ എന്തോ നല്ലൊരു കാര്യത്തിന്, നിങ്ങൾ ഫ്യൂച്ചറിന് വേണ്ടി നിങ്ങൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലത്തെ ഒരു ഫീലാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ എന്താ പറയുക, ഹെൽത്ത് അടിപൊളിയാവണം, നിങ്ങൾക്ക് സ്ട്രെങ്ത് കിട്ടണോ, എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് കലോറി ഡെഫിസിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ കഴിക്കുന്നതിനെക്കാട്ടും എനർജി സ്പെൻഡ് ചെയ്യുക, അങ്ങനെ നമുക്കുള്ള റിസൾട്ടിലേക്ക് എത്തുക എന്നുള്ളൊരു സംഭവമാണ്. ഈ ഒരു ബേസിക് ഈ പറഞ്ഞ എക്സാമ്പിൾ നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. സോ ഈ ഒരു ബാലൻസിലാണ് പോകേണ്ടത്. പക്ഷെ ചിലപ്പോൾ നമുക്ക് ചിന്തിക്കും, അപ്പൊ നമുക്ക് കഴിപ്പ് നമുക്ക് നല്ലോണം കുറച്ച് നമ്മൾ ഭയങ്കരമായിട്ട് നമുക്ക് എക്സസൈസ് ചെയ്താൽ നമുക്ക് റിസൾട്ട് ഉണ്ടാവില്ല, അപ്പൊ പട്ടിണി കിടക്കാന്ന് വിചാരിക്കും. നെവർ ഡു ദാറ്റ്. നമ്മളെ ബോഡിക്ക് വേണ്ടുന്ന ന്യൂട്രീഷൻ നമുക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ അതിനെ ഫോളോ ചെയ്ത് മറ്റു പല അസുഖങ്ങൾ വരും. സ്കിൻ ഇഷ്യൂസ്, ഹെൽത്ത് ഇഷ്യൂസ്, ഹോർമോണൽ ഇംബാലൻസസ്, ഹെയർ ഇഷ്യൂസ്, ക്ഷീണം, തളർച്ച, അങ്ങനെ എല്ലാവിധ കാര്യങ്ങളും ഉണ്ടാവും. അപ്പം എന്താണോ ഓരോ ബോഡിക്ക് വേണ്ടുന്നത്, അഗെയിൻ അതെല്ലാം പേഴ്സണലൈസ്ഡ് ആണ്. നമ്മളുടെ ഗോൾ എന്താണ്, അതിനനുസരിച്ചിട്ടുള്ള കലോറി ഇൻടേക്ക് എന്താണ്, എങ്ങനെയുള്ള സംഭവം. അതല്ലാത്ത പക്ഷം അതൊരു ഹെൽത്തി ബാലൻസ്ഡ് ആയി പോവുക, ഒരു നോർമൽ ബോഡി മൂവ്മെന്റും സ്ട്രെങ്ത് ട്രെയിനിങ് ഒക്കെ വെച്ചിട്ടുള്ള സംഭവം കൊടുക്കുക എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പൊ അത്രയേ ഉള്ളൂ ഇൻ ടേംസ് ഓഫ് കലോറീസ്. സോ ഞാൻ എക്സാമ്പിൾ നിങ്ങളോട് പറഞ്ഞു, ബട്ട് ലെറ്റ് മീ ടെൽ യു വാട്ട് ആക്ച്വലി കലോറി ഈസ്. കലോറി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ എനർജിയാണ്. ഓക്കെ, ഇറ്റ്സ് ദ ടേം ദാറ്റ് വി കാൽക്കുലേറ്റ് ആർ നമ്മുടെ കഴിക്കുന്ന ആഹാരത്തിന്റെ ഒരു മെഷർമെന്റ് ആണ്. ആൻഡ് വി മെഷർ ഇറ്റ് ഇൻ എനർജി ഫോം ആണ്. കിലോ കാലറീസ് ഇല്ലെങ്കിൽ കലോറീസ് എന്ന് പറയും. ഇറ്റ്സ് ബേസിക്കലി ദ ഫ്യൂവൽ. ഈ ഫ്യൂവൽ എന്തിനാണ്? നമ്മുടെ ഹാർട്ട് ബീറ്റിനും ബ്രീതിങ്, തോട്ട്സ്, ഈവൻ ഉറങ്ങുന്ന സമയത്ത് പോലും നമ്മുടെ ബോഡി എനർജി യൂസ് ചെയ്യുന്നത്. ഇറ്റ്സ് ലൈക്ക് ഒരു കാറിന് പെട്രോൾ ഇല്ലെങ്കിൽ ഡീസൽ ഇല്ലെങ്കിൽ ഓടാൻ പറ്റുമോ? ഇല്ല. അതുപോലെ നമ്മുടെ ബോഡി ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ അതിന് ബോഡിക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള കലോറി അകത്തേക്ക് പോകണം. ദാറ്റ് ഈസ് ഹൗ സിമ്പിൾ ഇറ്റ് ഇസ്. സോ നമ്മൾ കലോറിയുടെ എക്സാമ്പിൾ വെച്ച് നമ്മൾ തുടങ്ങി. ശരിക്കും കലോറി എന്ന് പറഞ്ഞാൽ നത്തിങ്, നമ്മുടെ ബോഡിയിൽ ഉള്ള മെഷർമെന്റ്, ഫുഡിന്റെ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. ദാറ്റ് ഈസ് ദാറ്റ്. സോ നമ്മൾ നേരത്തെ എനർജീനെ പറ്റി, നേരത്തെ നമ്മൾ എക്സാമ്പിളിനെ വെച്ച് പറഞ്ഞു. ശരിക്കും കലോറി എന്ന് പറഞ്ഞ ഒന്നുമില്ല, ഇറ്റ്സ് സിംപ്ലി എനർജി ഒരു ഫ്യൂവൽ ആണ്. നമ്മുടെ ഹാർട്ട് ബീറ്റിനും ബ്രീതിങ്, നമ്മുടെ ചിന്തകൾ, ഇവൻ ഉറങ്ങുന്ന സമയത്ത് പോലും നമ്മുടെ ബോഡി ഉപയോഗിക്കുന്ന ഒരു എനർജിയാണ്. ആൻഡ് കാറ് പെട്രോളോ ഡീസലോ ഇല്ലാണ്ട് ഓടാത്ത പോലെ നമ്മുടെ ബോഡിക്ക് വേണ്ടുന്ന കലോറീസ് ഇല്ലാണ്ട് ബോഡിക്ക് ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടിയേ പറ്റില്ല. ഇനി നമുക്ക് നോക്കാം നമ്മുടെ ബോഡി എങ്ങനെയാണ് കലോറീസിനെ ബേൺ ചെയ്യുന്നത്, എങ്ങനെയാണ് എനർജി ഇങ്ങനെ ബേൺ ചെയ്യണേ നോക്കാം. ഫസ്റ്റ് തിങ് ഇസ് BMR, ബേസൽ മെറ്റബോളിക് റേറ്റ്. അതായത് നമ്മൾ ജീവിച്ചിരിക്കാൻ വേണ്ടി തന്നെ നമുക്ക് ബോഡി കുറേ കാലറീസ് ബേൺ ചെയ്യുന്നുണ്ട്. ടു ബ്രീത്ത്, ഹാർട്ട് ബീറ്റിനും കാര്യങ്ങൾക്കും, നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മൾ റെസ്റ്റ് എടുക്കുമ്പോഴും എല്ലാം, അതാണ് ബേസൽ മെറ്റബോളിക് റേറ്റ്. പിന്നെ ഫിസിക്കൽ ആക്ടിവിറ്റി, നിങ്ങൾ എക്സസൈസ്, വർക്കൗട്ട്, യോഗ, സ്ട്രെച്ചസ്, വാക്കിംഗ്, സ്റ്റെപ്പ് കയറുന്നതും അങ്ങനത്തെ എല്ലാവിധമായിട്ടുള്ള ബോഡി മൂവ്മെന്റ്സും ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അങ്ങനെയും നമ്മുടെ ബോഡി കലോറീസിനെ ബേൺ ചെയ്യും. പിന്നെ തേർമിക് ഇഫക്റ്റ് ഓഫ് ഫുഡ്. ഇത് എത്ര പേരെ അറിയാമെന്ന് എനിക്കറിയില്ല. നമ്മുടെ ബോഡി നമ്മൾ കഴിക്കുന്ന ആഹാരം ഡൈജസ്റ്റ് ചെയ്യാനും അബ്സോർബ് ചെയ്യാനും വരെ നമ്മുടെ എനർജി കലോറീസ് ബേൺ ആവുന്നുണ്ട്. അതിലും ഇൻട്രസ്റ്റിംഗ് ആണ്, പ്രോട്ടീനാണ് ഏറ്റവും ഹൈ തേർമിക് ഇഫക്റ്റ് ഉള്ളത്. അതായത് നമ്മുടെ ബോഡി കാർബ്സോ ഫാറ്റിനെക്കാട്ടിലും കൂടുതൽ എനർജി ബേൺ ചെയ്യുന്നുണ്ട് പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്യാനും അബ്സോർബ് ചെയ്യാനും വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് പ്രോട്ടീൻ എടുക്കുമ്പോൾ വെയിറ്റ് ലോസിനെ ഹെൽപ്പ് ചെയ്യുന്നതും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറയാനുള്ള റീസൺ. അപ്പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് അല്ലേ? സോ വൈ മിസ്സിംഗ് പ്രോട്ടീൻ അല്ലേ എന്ന് വെച്ചിട്ട് ഓവർ
ഓവർ കൺസെപ്ഷൻ അല്ല, നമുക്ക് വേണ്ടുന്ന രീതിയിൽ കഴിക്കുക, തീരെ കുറവ് കഴിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഓക്കെ, സോ ദിസ് ഇസ് ഹൗ സിംപ്ലി അവർ ബോഡി ബേൺ കാലറീസ്. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും, റെസ്റ്റ് എടുക്കുമ്പോഴും, ബോഡി മൂവ്മെന്റ് ചെയ്യുമ്പോഴും എല്ലാത്തിനും കാലറീസ് ബേൺ ആവാണ്. ആൻഡ് റെസ്റ്റ് എടുക്കുമ്പോൾ ബേൺ ചെയ്യുന്നതെന്ന് വെച്ചിട്ട് വെറുതെ ഇരിക്കാനല്ല, ദാറ്റ്സ് വെരി ലൈക്ക് സ്മോൾ എമൗണ്ട്. പക്ഷേ എന്താ പറയുക, കൂടുതലും ബോഡി മൂവ്മെന്റ്സ് എല്ലാത്തിലും ഇറ്റ്സ് എ പ്രോസസ് ആണ് ആക്ച്വലി. സോ മൈ പവർ ഫാം, ഐ ഹോപ്പ് നിങ്ങൾക്ക് കലോറി ഡെഫിസിറ്റ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവാന്ന്. സിമ്പിൾ ആണ്. നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ആണെങ്കിൽ കലോറി ഡെഫിസിറ്റ് നമ്മളുടെ ഒരു മെയിൻ്റെനൻസ് കാലറിന്ന് ഒരു 200 or 300 കാലറീസ്, അതും പേഴ്സണലൈസ്ഡ് ആണ്. നിങ്ങളുടെ ഗോൾ അനുസരിച്ച് എത്ര പെട്ടെന്ന് നിങ്ങൾക്ക് വേണം, എങ്ങനെയാണ് നിങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മൾ കുറച്ച് കഴിക്കുക, കൂടുതൽ മൂവ് ചെയ്യുക, ബോഡീനെ കൂടുതൽ എന്താ പറയാ നന്നായിട്ട് മൂവ് ചെയ്യുക. കുറച്ച് കഴിക്കാൻ മീൻസ് ന്യൂട്രിയൻ ഡെൻസ് ആയിട്ട് കഴിക്കുക, നല്ല ക്വാളിറ്റി ഉള്ള കലോറി കൺസ്യൂം ചെയ്യുക, ബാലൻസ്ഡ് ആയിട്ടുള്ള കാർബ്സും പ്രോട്ടീനും ഫാറ്റും ഫൈബർ എല്ലാം കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന രീതിയിലുള്ള പ്രൊപ്പോർഷനിൽ നിങ്ങൾ കഴിക്കുക. ആൻഡ് എന്താ പറയുക, വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞാൽ കലോറി ഇൻ വേഴ്സസ് കലോറി ഔട്ട്, നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതും നമ്മൾ കഴിക്കുന്നതുമായിട്ടുള്ള സംഭവമാണ്. മൂവ് മോർ, നന്നായിട്ട് എപ്പോഴും ബോഡി ആക്റ്റീവ് ആയിരിക്കുക. ജിമ്മിൽ പോകുന്ന 1 മണിക്കൂർ മാത്രമല്ല, എവിടെയൊക്കെ നിങ്ങൾക്ക് സ്റ്റെയർ കയറാൻ പറ്റുമോ, എവിടെയൊക്കെ നടന്നുകൊണ്ട് ഫോൺ ചെയ്യാൻ പറ്റുമോ, എന്താ പറയുക, എങ്ങനെയൊക്കെ നിങ്ങൾ ബോഡീനെ ആക്റ്റീവ് ആയിട്ട് വെക്കാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ വെക്കുക. ഈറ്റ് സ്മാർട്ട് ആൻഡ് മോർ ദാൻ ദാറ്റ് കൺസിസ്റ്റൻസി. എല്ലാം പെർഫെക്ഷൻ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, എല്ലാം നമ്മൾ ഡെയിലി ചെയ്യുന്നുണ്ട്, കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മളെ ബോഡിക്ക് വേണ്ടി. കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുക. ഒരു വട്ടം ഒരു നേരം ഒരു മീൽ സ്കിപ്പായി ഇല്ലെങ്കിൽ അത് എന്താ ചീറ്റ് മീലായി എടുത്തു എന്ന് വെച്ചിട്ട് യാതൊരു പ്രശ്നമില്ല. ജസ്റ്റ് ബൗൺസ് ബാക്ക് സ്ട്രോങ്ങർ, അത്രേ ഉള്ളൂ. സോ ദിസ് ഇസ് വാട്ട് കലോറി ഡെഫിസിറ്റ് ഇൻ സിമ്പിൾ വേ. സോ എന്താ പറയാ, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ തന്നെ നമുക്കൊരു സൊല്യൂഷൻ കിട്ടും. സോ ഇറ്റ്സ് Power of Self, Dr. Sana Sainuddin signing off. See you in the next episode.